أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. صدق الله العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെയും ശാസ്ത്രികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും അല്ല എല്ലാവരും ജീവിക്കാനുള്ള ഓട്ടത്തിലാണ്. ആ ഓട്ടമാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുക. ഉള്ളവനും ഇല്ലാത്തവനുമെല്ലാം ഇതുപോലെ വിശ്രമമില്ലാത്ത ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക. അതിലുള്ളവരും സംതൃപ്തരല്ല, അതുപോലെ തന്നെ ഇല്ലാത്തവരും സംതൃപ്തരല്ല. മനുഷ്യൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് തന്നെ എത്ര കിട്ടിയാലും മനുഷ്യൻ സംതൃപ്തനാകുന്ന പ്രകൃതക്കാരനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഓട്ടത്തിൽ പലപ്പോഴും നമ്മൾ നമ്മെ ശ്രദ്ധിക്കാറില്ല. ശരീരത്തോടുള്ള ഹക്ക്, സ്വന്തത്തോടുള്ള ഹക്ക്, കുടുംബത്തോടുള്ള ഹക്ക്, സമൂഹത്തോടുള്ള ഹക്ക്, അതൊക്കെ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടാണ് ആളുകൾ അവരുടെ ദുനിയാവിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ നടത്താറുള്ളത്. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറില്ല. എൻ്റെ ജീവിതത്തിന് ഒരവധിയുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ ഈ ജീവിത ഓട്ടത്തിനിടയിൽ മറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ജീവിതം നശ്വരമാണ്, എനിക്കൊരു മരണമുണ്ട് എന്നും പലപ്പോഴും ആളുകൾ മറന്നു പോകാറുണ്ട്. മരണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മരണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് ഇബാദത്തുകളും മറ്റും നമ്മൾ നിർവഹിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ മരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ പലപ്പോഴും നമ്മിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ അനർത്ഥങ്ങൾ പലപ്പോഴും മരണാനന്തരമാണ്, ശേഷമുള്ള കുടുംബമാണ്, ശേഷമുള്ള സമൂഹമാണ് അനുഭവിച്ചു പോരാറുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലുള്ള ഉപജീവനത്തിന് വേണ്ടിയുള്ള, ദുന്യാവിന് വേണ്ടിയുള്ള അത്യധ്വാനം എന്ന് പറയുന്നതിനെ പോലും ഇസ്ലാം വളരെ ഉയർന്ന സ്വഭാവത്തിൽ തന്നെയാണ് കാണുന്നത്. ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, കഠിനാധ്വാനം ചെയ്യാനുള്ളത് തന്നെയാണ്. സമ്പത്ത് ഒരു സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, ഒരു കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘടകവുമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കിക്കൊണ്ടാണ് ഐഹിക ജീവിതത്തോടുള്ള സമീപനം സ്വീകരിക്കേണ്ടത് എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ വാക്യം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ദുന്യാവിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഈ ദുന്യാവ് നശ്വരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുന്യാവിനോടുള്ള സമീപനം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഞാൻ ഓതി വെച്ച ആയത്തും വിശുദ്ധ ഖുർആനിലെ സമാനമായ ഒരുപാട് ആയത്തുകളും ഇതിനെ നമ്മുടെ മുമ്പിൽ ഉണർത്തുന്നതാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒമൽ ഹയാത്തു ദുനിയ ഇല്ല ലഇബും വലഹും വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവുമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, കളിയും വിനോദവുമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. യഥാർത്ഥത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിഗണനീയം അന്ത്യദിനത്തിലുള്ള പരലോകമാണ്, അവരുടെ ജീവിതത്തിൽ അനശ്വരമായ ജീവിതമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലൈബും വലഹ്വൻ വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത്, ഐഹിക ജീവിതത്തെ കുറിച്ച് ഖുർആൻ നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അത് ലൈബാണ്, ലഹുവാൻ, കളിയാണ്, വിനോദമാണ്. വസീനത്തുൻ, അതുപോലെ തന്നെ അലങ്കാരമാണ്, കെട്ടി എഴുന്നള്ളിക്കപ്പെടുന്ന ഒരുപാട് ആർഭാടങ്ങളും അലങ്കാരങ്ങളുമാണ്.
തഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള പൊങ്ങച്ച പ്രകടനങ്ങളാൽ. അതോടൊപ്പം തന്നെ തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, അതേപോലെ തന്നെ സമ്പത്തിലും സന്താനങ്ങളിലും പരസ്പരം പെരുമയോടുകൂടി മത്സര സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാൽ. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗത്തെയാണ് ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പേമാരിയായി മഴ വർഷിച്ചതിന് ശേഷം സസ്യലഗാദികൾ മുളച്ചു പൊങ്ങി അത് ധാന്യമണികൾ ഉൽപ്പാദിപ്പിച്ച് അത് നിറഞ്ഞു നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്താണോ, അതാണ് ഐഹിക ജീവിതം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ അതിന് മറ്റൊരു വശമുണ്ട്. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അത് പിന്നീട് ഉണങ്ങും, അത് പിന്നീട് നിറം മങ്ങും, മഞ്ഞ നിറം പ്രാപിക്കും, അത് പിന്നീട് വൈക്കോലാകും. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാനും വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മഴ വർഷിക്കുമ്പോൾ വരണ്ടുണങ്ങിയ മരുഭൂപ്രദേശം പോലെ കിടക്കുന്ന മണ്ണിൽ നിന്ന് സസ്യലഗാദികൾ മുളച്ചു പൊങ്ങി എന്നിട്ടത് പുഷ്കലമായി തീരുമ്പോൾ, നിറഞ്ഞു നിൽക്കുമ്പോൾ, അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആനന്ദവും കുളിരും എന്താണോ, അതാണ് ഇഹലോക ജീവിതം എന്ന് പറയുന്നത്. അത് കാറ്റും അതുപോലെ തന്നെ മഴയും കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വെയിലിനുണങ്ങും, അത് കഴിഞ്ഞിട്ട് അത് വൈക്കോൽ പോലെയാകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്തും സമാനമായ സ്വഭാവത്തോടു കൂടിയുള്ള ആയത്താണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിറിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമതി വൽ അനാമി വൽ ഹറസ്. ഐഹിക ജീവിതത്തിന്റെ എല്ലാ ഉപാധികളെയും ഖുർആൻ ഇവിടെ എടുത്തുദ്ധരിക്കാൻ. എന്നിട്ട് ഖുർആൻ പറയുന്നത്, മനുഷ്യർക്ക് സ്ത്രീ, അതുപോലെ തന്നെ സന്താനങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, അതോടൊപ്പം തന്നെ മേത്തരം കുതിരകൾ. മേത്തരം കുതിരകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും മെഴ്സിഡസ് കാർ നിങ്ങൾ വെച്ചോ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വാഹനോപാധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ വല്ലന്മയം, മൃഗങ്ങൾ, അന്നത്തെ കാലിസമ്പത്ത് വലിയ സമ്പത്താണ്. അതുപോലെ തന്നെ വൽഹർസ്, കൃഷിയിടങ്ങൾ. എന്നിട്ട് ഖുർആൻ പറയാണ്, അതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോഹം തോന്നുന്ന ജീവിതത്തിന്റെ അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത്, ദാലിക മത്താഉൽ ഹയാത്തിദ് ദുനിയ, അത് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ നിശ്ചിത കാലത്തേക്ക് നിങ്ങളുടെ കൈകളിൽ വന്നു പോകുന്ന വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, യഥാർത്ഥത്തിൽ അനശ്വരമായ ജീവിതത്തിൽ അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് അവശേഷിക്കുന്നത് എന്ന് ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇതിന്റെ വിശദീകരണം ധാരാളമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐഹിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് മാറി നിന്ന് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാറില്ലേ, സാധാരണഗതിയിൽ കൊച്ചുകുട്ടികൾ കളിക്കാറുണ്ട്. കളിമുറ്റത്ത് കളിക്കൂട്ടുകാരൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുന്ന രംഗം നമുക്കൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അനുഭവമുള്ള കാര്യമാണ്. അത് റിയലിസ്റ്റിക് ആയ ഒരു ലൈഫിനെ അവർ ആവിഷ്കരിക്കാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് അവന്റെ വീട്, ഇത് ഇവന്റെ വീട്, ഒരു കൊച്ചുകുടിലുണ്ടാകും. അതുപോലെ തന്നെ കണ്ണൻ ചിരട്ടയിൽ മണ്ണ് വാരിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർ പാചകം നടത്തുന്നുണ്ടാകും. അവർക്കിടയിലുള്ള നാണയവിനിമയങ്ങൾ ഉണ്ടാവും. ഈ ഒരർത്ഥത്തിൽ സീരിയസ് ആയിട്ടാണ് അവർ കളിക്കുക. അതിനിടയ്ക്ക് ഒരു ചിരട്ട മറ്റവൻ എടുത്താൽ അവനുമായി ലഹള കൂടുന്നുണ്ടാകും. എന്തെല്ലാം സംഘർഷവും പല സംഘർഷങ്ങളും കുട്ടികൾക്കിടയിൽ ഉണ്ടാവും. വളരെ സീരിയസ് ആയിട്ടാണ് അവർ കളിക്കുക. ആ ലൈബ് ലഹു എന്ന് പറഞ്ഞാൽ അതാണ്. എന്നിട്ട് ഖുർആൻ പറയാൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ആ കളിക്കിടയിൽ, വളരെ സീരിയസ് ആയ കളിക്കിടയിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉമ്മ മോനെ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ അതെല്ലാം ഉപേക്ഷിച്ച് അവൻ മോനെ എന്ന വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവൻ ഉമ്മാന്റെ അടുത്തേക്ക് പോകും. ഇതാണ് ദുനിയാവ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ. ആ വിളി കേട്ടാൽ പിന്നെ അവന് കളിക്കോപ്പുമായി കളിക്കുന്ന കളിക്കൂട്ടുകാർക്കിടയിൽ നിന്ന് മാതാപിതാക്കളുടെ വിളി കേട്ട് കഴിഞ്ഞാൽ കളിക്കോപ്പും കളിക്കൂട്ടുകാരും ഉപേക്ഷിച്ച് ഉമ്മാന്റെ വിളിക്കുത്തരം നൽകുന്ന ഒരു കൊച്ചുമകന്റെ ഒരു കളിക്കളത്തിലുള്ള ജീവിതം എന്താണോ, അതാണ് നിങ്ങളുടെ ദുനിയാവ് എന്ന് അനശ്വരമായ പരലോക ജീവിതത്തെ മുൻനിർത്തി നശ്വരമായ ഐഹിക ജീവിതത്തിന്റെ നിശ്ചിതമായ കാലയളവുകളെ വിലയിരുത്തി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് 20 വയസ്സാകാം ആ കളിക്കളം, 25 വയസ്സാകാം ആ കളിക്കളം, 40 വയസ്സാകാം ആ കളിക്കളം. അതേസമയം പരലോകത്ത് ചെന്നാൽ അത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എന്ന് ദിനങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് ആ ഐഹിക ജീവിതത്തിന്റെ, ആ കളിക്കളത്തിന്റെ കാലയളവുള്ള ഐഹിക ജീവിതത്തിന്റെ നശ്വരതയിൽ
അനശ്വരമായ പരലോക ജീവിതത്തെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മയൊക്കെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടം ഐഹിക പൂജ ഏറ്റവും വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അത് ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറു അമല, നിങ്ങൾക്ക് ഏറ്റവും ബാക്കിയാത്തായത് അവശേഷിക്കുന്ന നിങ്ങളുടെ അമലുകളാണ്, സ്വാലിഹായ അമലുകളാണ്. മാത്രമല്ല അതാണ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രയാണ് നമ്മുടെ ലൈഫ് കളിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നുന്നുണ്ടോ? എത്രയാണ് നമ്മുടെ ലൈഫ്? ഈ ബ്രീത്ത് എനിക്ക് തിരിച്ചു കിട്ടുന്നത് വരെയാണ് എൻ്റെ ലൈഫ്, ഈ ബ്രീത്ത് നിലനിൽക്കുന്നത് വരെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് ഏത് നിമിഷവും ആ ബ്രീത്ത് നിലച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ തന്നെ സീൻ മാറുമെന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിന്റെ അല്ല, എൻ്റെ മക്കളുടെ ജീവിതത്തിന്റെ സീൻ മാറും, എൻ്റെ കുടുംബ ജീവിതത്തിന്റെ സീൻ മാറും, എൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ സീൻ മാറും. അതിന്റെ നിമിഷം എത്രയാണ്, അതിന്റെ അവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അവധി അള്ളാഹു ആലം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് അനശ്വരമായ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് നിസ്സാരമായി വിസ്മരിച്ചു കളയുക? അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ അതിന്റെ അനശ്വരത മനസ്സിലാക്കണമെന്ന്. അപ്പൊ ആ ഒരു ബ്രീത്ത് നിലച്ചാൽ പിന്നെ എൻ്റെ ഉടമസ്ഥതയിലുള്ളത് 3 കഷ്ണം തുണിയും 6 അടി മണ്ണും മാത്രമാണ്. പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് 3 കഷ്ണം തുണിയും 6 അടി മണ്ണും മാത്രമാണ്. മറ്റതെൻ്റെതല്ല. എൻ്റെ സ്വത്ത് എൻ്റേതല്ല, അതെൻ്റെ കുട്ടികളുടേതാണ്, അതെൻ്റെ കുടുംബങ്ങളുടേതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താണ്? ബിലോ 50 ആളുകൾ സ്ട്രോക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ബിലോ 50 ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. കൊറോണ എഫക്റ്റ് ആണ് എന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ടോക്ക് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സയന്റിഫിക്കായ ഒരു നിഗമനത്തിലേക്കോ ഒരു തീർപ്പിലേക്കോ ഞാൻ എത്തുകയല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ അടുത്ത് അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ഫാമിലിയിൽ തന്നെ പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെ ഏറ്റവും സമ്പന്നമായി ജീവിക്കുന്ന, ബിസിനസ് നടത്തുന്ന, ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, 10th വരെ എത്തിയിരിക്കുന്നു കുടുംബം. ഞാൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ സ്ട്രോക്ക് വരുന്നു, മരണപ്പെടുന്നു. ആ കുട്ടി ഇരിക്കുന്നു. ആ ഇരിക്കുന്ന കുട്ടിയുടെ ഉപ്പ നേരത്തെ മരണപ്പെട്ടതാണ്. അനാഥത്വത്തിൽ നിന്ന് തുടങ്ങി വൈധവ്യത്തിലേക്ക് ആ പെൺകുട്ടി മാറി. ജീവിതത്തിന്റെ ചുറ്റുപാടിനോട് സമരസപ്പെടാൻ ആ പെൺകുട്ടി പ്രയാസപ്പെടുന്നു. ഉപ്പയില്ലാത്ത അവിടെ തൊട്ട് താഴെയുള്ള അനുജത്തി, അവരും നല്ല ബിസിനസ്സാണ്, ഗൾഫിലാണ്. 2 മാസം കഴിഞ്ഞ് ഈ മോളുടെ യുദ്ധകാലം കഴിയുന്നതിന് മുന്നേ അവൾ ഇവിടേക്ക് വരുന്നു. ഹസ്ബൻഡിന് പനി വരുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, കുഴഞ്ഞു വീഴുന്നു. ആ സ്ത്രീയും വൈധവ്യത്തിലേക്ക് പോകുന്നു. വയസ്സ് എത്ര എന്നറിയോ? 40 വയസ്സിന് താഴെ അനാഥരായി മക്കൾ വൈധവ്യത്തിലേക്ക് പോകും. ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ജീവിത താളം തെറ്റുന്നത് എപ്പോഴാണ്? ഒരു നിമിഷാർത്ഥത്തിലാണ് ഈ ജീവിതത്തിന്റെ താളം തെറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 2 മാസം മുമ്പ്, അല്ലെങ്കിൽ ഈ മരണത്തിന്റെ 2 മാസം മുമ്പ് അവർക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത ജീവിതത്തിന്റെ താളപ്പുഴ സംഭവിക്കാൻ, അതെന്റെ ജീവിത കഥയാണ്, അതിൽ ഞാനും കഥാപാത്രമാകേണ്ട ആളാണ് എന്ന ബോധവും നമുക്കുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ ഒരു കഥാസമാഹാരമുണ്ട്. വാർ ആൻഡ് പീസ് എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമാണ്, അഥവാ യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമാണ്. അതിൽ അദ്ദേഹത്തിന്റെ ആ കഥാസമാഹാരത്തിൽ ഒരു ചെറു കഥ എന്ന് പറയുന്നത് ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്നാണ് അതിന്റെ ടൈറ്റിൽ. ഒരാൾക്ക് എത്ര ഭൂമി വേണം? ഒരു ദിവസം രാജാവ് പ്രഖ്യാപിക്കുകയാണ്, നാളെ സൗജന്യ ഭൂമി വിതരണമാണ്, ആർക്കും ഭൂമി നൽകാൻ പോവുകയാണ്, ഭൂവിതരണം നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലും ഇന്ന് ഭൂമി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഭൂവിതരണം നടക്കാൻ പോവുകയാണ്. രാജാവ് കൊടുത്തിരിക്കുന്ന ഓഫർ എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യാസ്തമയത്തിന് മുമ്പ് ഒരാൾ നടന്നു തീർക്കുന്ന വഴി അയാൾക്ക് അളന്നു തിട്ടപ്പെടുത്തി ആധാരം ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് രാജാവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. രാവിലെ ആളുകൾ വന്നു, സൂര്യോദയത്തോടു കൂടി നടത്തം തുടങ്ങി. വിശാലമായ ഭൂപ്രദേശത്തു കൂടെയുള്ള നടത്തം. പാഹം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ആ കൂട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നടന്നു പിന്നീട് നടത്തത്തിന്റെ വേഗത കൂടി. കാരണം നടന്നു തീർക്കുന്നതൊക്കെ എൻ്റെ സ്വന്തം ഭൂമിയാണ്. അങ്ങനെ നടത്തത്തിന്റെ വേഗത കൂടി. ദാഹിച്ചു, വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു, പക്ഷെ കുടിച്ചില്ല. കാരണം ആ കുടിക്കാനിരിക്കുന്ന സമയം ഞാൻ പിന്നിടുന്ന വഴിയിൽ എനിക്ക് നഷ്ടപ്പെടുന്ന ഭൂമിയാണ്. കുറെ കഴിഞ്ഞു, അദ്ദേഹം ഓട്ടം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ലഞ്ചിന്റെ സമയം, ആഹാരം കഴിക്കണം, ഭക്ഷണം കഴിക്കണം, ആഹാരം കഴിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം കഴിച്ചില്ല.
കാരണം ആഹാരം കഴിച്ചാൽ അതും അദ്ദേഹത്തിന് ഭൂമി കണ്ടെത്തുന്നിടത്തും അദ്ദേഹം പിന്നിടുന്ന ദൂരത്തിൽ സംഭവിക്കുന്ന കുറവാണ്. വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല. ഏതാണ്ട് അദ്ദേഹം ഓടി 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 സൂര്യാസ്തമയമായപ്പോഴേക്ക് അദ്ദേഹം എത്തേണ്ട ദിക്കിലെത്തിയിട്ട് അദ്ദേഹം ഓടി തളർന്ന് അവിടെ വീഴുകയാണ്. അദ്ദേഹം വീണു, തളർന്നു വീണു. അത് കഴിഞ്ഞ് രാജാവ് ചോദിക്കുന്നുണ്ട്, പഹാൻ എത്രയാണ് ഭൂമി എന്ന് ചോദിക്കുമ്പോ രാജകിങ്കരൻ പറയുന്നുണ്ട്, അയാൾക്ക് വേണ്ടത് 6 അടി മണ്ണാണ്. അയാൾക്ക് വേണ്ടത് 6 അടി മണ്ണാണ്. കാരണം അയാൾ അവിടെ എത്തുമ്പോഴേക്ക് ഇതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ പഹാന നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേസമയം നമ്മുടെ ഓട്ടത്തിനിടയിൽ നമ്മൾ എവിടെയാണോ വീഴുന്നത് അവിടെ നമുക്ക് കിട്ടേണ്ടത് 6 അടി മണ്ണാണ്. അതുകൊണ്ട് അനശ്വരമായ ജീവിതത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഘട്ടത്തിൽ പ്രവാചകൻ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സൗകര്യക്കുറവിനെ കുറിച്ച് പരിഭവപ്പെട്ട അനുചരന്മാരോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു സുന്ദരമായ ഉപമയുണ്ട്, പരിചിതമായ ഉപമയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീരിൻ ഫഖാമ വഖദ് അസ്സറ ഫീ ജംബിഹി ഫഖുൽനാ യാ റസൂലല്ലാഹ് ലബി ഇത്തഖദ്നാ ലക വിതാഅൻ ഫഖാല മാലി വലി ദുനിയാ. അള്ളാഹുവിന്റെ റസൂല് ഈത്തപ്പനയുടെ പരുപരുത്ത തകിടിന് പുറത്ത് കിടന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് അനുചരന്മാര് വരുമ്പോൾ പ്രവാചകൻ എണീറ്റ് നിൽക്കുമ്പോൾ പ്രവാചകന്റെ പുറത്ത് ഈത്തപ്പന തകിടിന്റെ അടയാളം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം, റസൂലെ അങ്ങക്ക് വേണ്ടി അല്പം സൗകര്യമുള്ള ഒരു മെത്ത ഞങ്ങൾ രൂപപ്പെടുത്തിയെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? മാ അന ഫി ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തളല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ. ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞ കളിക്കളം പോലെ ഒരു യാത്രക്കാരൻ അയാളുടെ യാത്ര മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അയാൾ വിശ്രമിക്കുന്ന ഒരു മരത്തണലുണ്ടല്ലോ, ആ മരത്തണലിൽ അയാൾ വിശ്രമിച്ചിട്ട് ആ തണലിൽ അദ്ദേഹം വിശ്രമം കഴിഞ്ഞ് ആ തണൽ വിട്ട് അദ്ദേഹം പോകുമ്പോഴുള്ള ആ മരത്തണലാണ് എന്റെ ദുനിയാവ് സുഹൃത്തുക്കളെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ജീവിതയാത്ര, അനശ്വരമായ ജീവിതയാത്രക്കിടയിൽ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് ഒരു ദീർഘദൂര യാത്ര നടത്തുന്ന ഒരാൾ തങ്ങുന്ന ഒരു സത്രം, അവിടെ അയാൾ ഒരുപാട് ഉണ്ടാക്കൂല. മറ്റൊരിടത്ത് റസൂൽ പറയുന്നുണ്ട്, ഒരു വിദേശിയെ പോലെയാണ്. നമ്മൾ ആ GCC-യിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കും, അതേസമയം നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ്. അവിടുന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങോട്ട് വരാനാണ്. അതുപോലെ പോകാനുള്ള ഒരു ലോകത്തിന് വേണ്ടി സമ്പാദിക്കുന്ന വിദേശമാണ്, ഒരു പരദേശിയെ പോലെയാണ് ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് അതിന്റെ നശ്വരതയെക്കുറിച്ച് എല്ലാം മറന്നോടുന്നതിന് പകരം സന്തുലിതമായ ജീവിത സമീപനത്തിലേക്ക് നമ്മൾ വരേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തക്കാസുർ ഓതുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ സമീപിക്കും, അള്ളാഹുവിന്റെ റസൂൽ അയാളോട് പറയുന്നുണ്ട്, മാലി വലി ദുനിയാ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഖൂലു ബിനാദം മാലി മാലി. മനുഷ്യന്മാരിങ്ങനെ പറയും, എന്റെ സ്വത്ത്. അങ്ങനെ ആരും പറയില്ല. പറയാറുള്ളത് എന്താണ്? എന്റെ സ്വത്ത് എന്നാ, എന്റെ തോട്ടം, എന്റെ കൃഷി, എന്റെ ബിസിനസ്, എന്റെ കച്ചവടം, ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൈഷത്ത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ്. ഞാൻ അതിനൊരിക്കലും കുറ്റപ്പെടുത്തൂല. അധ്വാനിച്ച് ജീവിക്കുന്നവനെ, അതുപോലെ തന്നെ നിയാമത്ത് തേടുന്നവനെ അഭിനന്ദിച്ച ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് അതിന്റെ എല്ലാ വഴികളും നമ്മൾ ആരായണം. നമ്മത് മറുവശം പറയുമ്പോ ഈ മറുവശം നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഞാൻ പറയുന്നതാ, വെറുതെ ഇരിക്കരുതെന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, മനുഷ്യൻ എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ കച്ചവടം, എന്റെ ബിസിനസ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത വലബിസ്ത ഫഅബ്ലൈത വതസദ്ദഖത ഫഅംലൈത. 3 എണ്ണം അല്ലാതെ ഓന്റെ ദുനിയാവ് ഓൻ എന്താണ്? ഓന്റത് എന്ന് പറയാൻ, അവന്റത് എന്ന് പറയാൻ 3 എണ്ണം അല്ലാതെ പിന്നെ എന്താണ് എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. ഇല്ലാ മാ അകൽത ഫഅഫ്നൈത, തിന്നതും കഴിച്ചതും ദഹിച്ചതും അല്ലാതെ, ഔ ലബിസ്ത ഫഅബ്ലൈത, ധരിച്ചതും ദ്രവിച്ചതും അല്ലാതെ, ഔ തസദ്ദഖത ഫഅംലൈത, കൊടുത്തതും നിലനിൽക്കുന്നതുമല്ലാതെ. എന്റെ സ്വത്തിൽ എന്റേത് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ബ്രീത്ത് നിന്നാൽ എന്റേതല്ലാതായി മാറും എന്നുള്ളതാണ്. പിന്നെ എന്താണ് എനിക്കുള്ളത്? എന്റെ സുഹൃത്തുക്കളാണ്. ആ ഓണർഷിപ്പ് ആർക്കും കിട്ടൂല. ഞാൻ ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെലവഴിച്ച, ഞാൻ ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി നിലയുറപ്പിച്ച, ഞാൻ ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി വ്യയം ചെയ്ത, ഞാൻ ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിർവഹിച്ചത് എന്താണോ
അതാർക്കും ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല, മറ്റൊന്നും എൻ്റെതല്ല. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാൻ, ഒരാൾ എത്ര ഓടിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടീശ്വരനാണ്, കോടിപതിയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരനായ തൊഴിലാളിയാണ്, അയാളുടെ ലൈഫിലെ അയാൾ വ്യക്തിപരമായി എടുത്ത അയാളുടെ ബാലൻസ് ഷീറ്റിനെ അയാൾ ഒരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കുന്ന ഘട്ടത്തിൽ അയാൾ 60 വയസ്സിനിടയ്ക്ക് അയാൾ ആസ്വദിച്ചത് എന്താണ്? കടിച്ചതും ദഹിച്ചതുമാണ്. ധരിച്ചതും ദ്രവിച്ചതുമാണ്. ചില മനുഷ്യന്മാർ നന്നായി ഭക്ഷണം കഴിക്കൂല, പാവം, അതുണ്ടാവില്ല. ചില മനുഷ്യന്മാർ നല്ല വസ്ത്രം ധരിക്കൂല. ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും അള്ളാഹു നിയമത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ നല്ല വസ്ത്രം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ചില ആളുകൾക്ക് അതും കിട്ടൂല, നല്ല വാഹനം ഉപയോഗിക്കൂല, നല്ല വസ്ത്രം കഴിക്കൂല, നല്ല ഭക്ഷണം കഴിക്കൂല, ആർക്കും കൊടുക്കൂല. എന്നിട്ട് ഹസ്രത്ത് ദുന്യാവല്ല ആഖിറ, ദുന്യാവിൽ അയാൾക്കും കിട്ടിയില്ല, പരലോകത്തും അയാൾക്ക് കിട്ടി. എന്തിനാണ് നമുക്ക് അങ്ങനത്തെ ദുന്യാവ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരർത്ഥത്തിൽ സന്തുലിതമായ സമീപനത്തോടുകൂടി ദുന്യാവിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ കഴിയാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്തുലിതം വളരെ പ്രധാനമാണ്. കുറുക്കു വഴി തേടുന്ന കാലത്താണ് മനുഷ്യന്മാരത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറുക്കു വഴി തേടുക എന്ന് പറഞ്ഞാൽ എല്ലാ കുറുക്കു വഴികളും തേടും. അപ്പൊ ബന്ധങ്ങൾ മാറും. ഞാനൊരു ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ബന്ധവും എനിക്ക് കിട്ടും. അപ്പൊ നമ്മുടെ കൂട്ടുകെട്ട് മാറും, നമ്മുടെ റിലേഷൻഷിപ്പ് മാറും, വിവാഹ ബന്ധങ്ങളുടെ മാനദണ്ഡം മാറും, മക്കളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും, മക്കളോടുള്ള സമീപനം മാറും, മാതാപിതാക്കളോടുള്ള സമീപനം വരെ പണക്കൊതി മൂത്ത മനുഷ്യന് മാറും. ഉമ്മിപ്പി ബാധ്യതയാകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? ഉമ്മയും ഉപ്പയും ബാധ്യതയായി കാണുന്ന, മക്കളെ പണം കായ്ക്കുന്ന മരങ്ങളായി കാണുന്ന, കുടുംബജീവിതത്തിൽ അത്തരം സ്വപ്നങ്ങൾ ചുമലിലേറ്റിയിട്ട് ഒരു സ്വസ്ഥതയും കിട്ടാത്ത, ഞാൻ ഉദ്ദേശിച്ച പോലെ ഓനായില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ഓളായില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ അതായില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത്? നമ്മൾ നല്ല ശ്രമങ്ങൾ നമ്മൾ നടത്തണം, ബാക്കിയുള്ളതിൽ നമുക്ക് തൃപ്തിപ്പെടാനും പറ്റണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതൊക്കെ തൃപ്തിപ്പെടാൻ പറ്റണമെങ്കിൽ ഇത് മാത്രമാണ് അവസാനം എന്നുള്ള ധാരണ നമുക്ക് ഒഴിവാക്കാൻ പറ്റണം എന്നുള്ള റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീ ജമഅ മാലം വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമദ അല്ലദീ ജമഅ മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ ഖുർആന്റെ ഒരൊറ്റ താക്കീതാണത്. ചില മനുഷ്യന്മാരുണ്ട്, ആ മനുഷ്യന്മാരെ കുറിച്ച് അവരെ സംബന്ധിച്ച് അല്ലദീ ജമഅ മാലം വഅദ്ദദ, പണം ഉണ്ടാക്കുന്നു മാത്രമല്ല, പണം അദ്ദത എന്ന് പറഞ്ഞാൽ എണ്ണിയൊക്കും പിന്നെ എണ്ണിയൊക്കും. ഇപ്പൊ എണ്ണിയൊക്കും പിന്നെ എണ്ണിയൊക്കും എന്നാണ് എണ്ണേണ്ട പരിപാടിയില്ല, ഇപ്പൊ ഡിജിറ്റലൈസ്. അപ്പം പലപ്പോഴും ബാങ്ക് ബാലൻസ് എടുക്കും നോക്കും. ഈ ഒരു അവസ്ഥ മനുഷ്യന് എന്നിട്ട് കുറയുമ്പോൾ ടെൻഷനാകുക, കൂടുമ്പോൾ ആഹ്ലാദിക്കുക. ഇങ്ങനെയല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാണ്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, യക്സബു അന്ന മാലഹു അഖ്ലദ, ഒരു മനുഷ്യൻ വിചാരിക്കുന്നു അവന്റെ സ്വത്ത് അവനെ ശാശ്വതനാക്കുമെന്ന്. കല്ലാലയും ബദൻ ഫിൽ ഹുതമ. ഖുർആൻ പറയാൻ, കല്ല വേണ്ട കേട്ടോ, നിങ്ങൾ ഹുത്തമയിലേക്ക് എറിയപ്പെടും. അതറാക്കമൽ ഹുത്തമ എന്ന് പറഞ്ഞിട്ട് നരകത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്താൻ. അപ്പൊ ആത്യന്തികമായ സമീപനം സംഭവിക്കാതിരിക്കാൻ ഒരുപാട് ഉദാഹരണം. ഈ സന്തുലിതത്വമില്ലാത്ത ജീവിതത്തിന്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തിക്കും നഷ്ടമാണ്, കുടുംബത്തിനും നഷ്ടമാണ്. ഞാൻ ഈ അടുത്തൊരു കുടുംബ ജീവിതത്തിൽ മധ്യസ്ഥം വഹിച്ച സംഭവം കൂടി പറയാം. ചെറിയ സംഭവം ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, മക്കൾ വളരെ അസ്വസ്ഥരാണ്, ആൺകുട്ടിയും അസ്വസ്ഥരാണ്, പെൺകുട്ടികളും അസ്വസ്ഥരാണ്. അവരെന്നെ സമീപിച്ച് പറഞ്ഞ് ഞങ്ങൾ അവരെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ബാപ്പാന്റെ രോഗത്തെക്കുറിച്ചാണ് അവരുടെ അസ്വസ്ഥത, ബാപ്പാന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് അവരുടെ അസ്വസ്ഥത. അവരുടെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് അൽഷിമേഴ്സ് വന്നിരിക്കുന്നു, മാത്രമല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തുടക്കം തുടങ്ങിയിരിക്കുന്നു. അവരുടെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, അവൻ ഇങ്ങനെ ചെയ്യുന്നു, മറ്റവൻ അങ്ങനെ ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സന്തുലിതമല്ലെങ്കിൽ നമ്മിൽ നമ്മുടെ മക്കൾ അനന്തരം എടുക്കുക അസന്തുലിതമായ സാമ്പത്തിക കേന്ദ്രീകൃതമായ ജീവിതത്തെ മാത്രമായിരിക്കും. ഓർക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓർക്കാൻ പോലും നമുക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കളെയും നമ്മൾ ശീലിപ്പിക്കേണ്ടത് ഈ സന്തുലിത കാഴ്ചപ്പാടോടുകൂടിയാണ്. പ്രിയമുള്ളവരെ, ആ ഒരർത്ഥം ഖുർആൻ പറയില്ല, യൗമ ലാ യൻഫഉ മാലും വബനൂൻ അലാ ബനൂൻ, സന്താനങ്ങളും സമ്പത്തും ഉപകാരപ്പെടാത്ത ഒരു കാലത്തെക്കുറിച്ച്, ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, വളരെ സലീമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രം അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മളെ ബലപ്പെടുത്തണം എന്നാണ് ഞാൻ പറയാം. വിശ്വാസപരമായി സന്തുലിതത്വം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തണം. നമ്മളെപ്പോഴും പറയാനുള്ള
ഹദീസ് കൂടി ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, യൂഷിക്കുൽ ഉമ്മമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്ലതു ഇലാ കസ്അതിഹാ. ഒരു കാലം ഈ ഉമ്മത്തിന് വരും, ഉമ്മത്തിന്റെ ബലം ക്ഷയിക്കുന്ന കാലം, ഉമ്മത്തിന്റെ ശക്തി ചോർന്നു പോകുന്ന കാലം, ഉമ്മത്തിന്റെ കരുത്തില്ലാണ്ടായി പോകുന്ന കാലം. ആ കാലത്തെ കുറിച്ച് ഖുർആൻ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കാലം ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ വിശക്കുന്നവൻ ഭക്ഷണത്തളികയിലേക്ക് വ്യഗ്രത കാണിക്കുന്നത് പോലെ എൻ്റെ ഉമ്മത്തിന് നേരെ ആളുകളുടെ കരങ്ങൾ നീളുന്ന ഒരു കാലമാണത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നമ്മളൊന്ന് കുറവായിരിക്കും റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞല്ലോ, ബൽ അൻതും യൗമൈദിൻ കസീറുൻ വലാകിന്നകും വസാഉൻ കവസാഇസ് സൈൽ. നിങ്ങൾ അന്ന് കുറവൊന്നായിരിക്കില്ല, പക്ഷേ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന ചണ്ടി ചവറുകളായിട്ട് നിങ്ങൾ മാറും. കാലത്തോടൊപ്പം ഒഴുകും, കാലത്തിന്റെ എല്ലാ ജീർണതകളും പേറും, കാലത്തിന്റെ എല്ലാ ആർത്തിയും ആസക്തിയും ബാധിക്കും, കാലത്തിന്റെ എല്ലാ ആർഭാടവും എടുത്തണയും, കാലത്തിന്റെ കാഴ്ചപ്പാടിൽ സമ്പത്തിനെ നോക്കിക്കാണും, കാലത്തിന്റെ മൂല്യസങ്കല്പം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. എന്നിട്ട് ഖുർആൻ പ്രവാചകൻ പറയാൻ, അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് പോലും നിങ്ങളെ കുറിച്ചുള്ള ഭയം അല്ലാഹു എടുത്തു കളയും. ഒരു പേടിയും പേടിക്കണ്ട. ഇത്രയേറെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിക്കും ആധികാരികത ഉണ്ട്, അവകാശവാദങ്ങളുണ്ട്, പ്രിവിലേജസ് ഉണ്ട്. അതെല്ലാം റദ്ദ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാ? ചിലതിൽ നമ്മൾ പർച്ചേസ് ചെയ്യപ്പെടാതെ, ചിലതിൽ നമ്മൾ ആർജവം കാണിച്ച് മുന്നോട്ട് പോകാത്തതിൻ്റെ കൂടി ഫലമാണ്. വില പറയാൻ കഴിയാത്ത പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത, ആദർശദാർഢ്യമുള്ള, ആരോടും ആ അർത്ഥത്തിൽ ആദർശത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത, ജീവിത വിശുദ്ധിയുള്ള ഒരു ഉമ്മത്തും ആ അർത്ഥത്തിലുള്ള സംവിധാനവുമായി മുസ്ലിം സമൂഹത്തിന് മാറുമ്പോൾ ആർക്കും വെല്ലാൻ പറ്റില്ല. ഗസ അതിന്റെ ഉദാഹരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ്. ഗസയിൽ എന്താ ശക്തി? ഗസയുടെ ശക്തി എന്താ? പണമാണോ? അല്ല. ആയുധമാണോ? അല്ല. ആൾബലമാണോ? അല്ല. സന്നാഹങ്ങളാണ്? അതുമല്ല. എടുപ്പുകളാണ്? അതുമല്ല. അവരുടെ ശക്തി എന്താ? അവർ ആർക്കും വഴങ്ങാത്ത ആദർശ വിശുദ്ധി അവരുടെ ഹൃദയാന്തരങ്ങളിൽ അണയാത്ത കെടാത്ത കനലായി കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഏത് മേഖലയിലും വിശ്വാസികൾക്ക് ഇതുണ്ടാണ്. മരിക്കാൻ ഭയപ്പെടാം. അപ്പൊ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയക്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹ്ന്, അവരുടെ മനസ്സിൽ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ആകാൻ കാരണം. അപ്പൊ ഒമൽ വഹ്ന് യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ എന്താണ് ആ വഹ്നി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ എന്താ? ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുന്യാവിനോടുള്ള അടങ്ങാത്ത ആർത്തിയും മരിക്കാനുള്ള പേടിയാണ്. മരണത്തെക്കുറിച്ച് ചിന്തയില്ല, എന്തിനും എല്ലാറ്റിനും ആലോചനയുണ്ട്, മരിച്ചു പോകണമെന്നുള്ള ആലോചനയില്ല. മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, ദുന്യാവിനോടുള്ള അടങ്ങാത്ത ഭ്രമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ അതുകൊണ്ട് സന്തുലിതാകണം. ഞാൻ പറയാ, സാമ്പത്തിക കരുത്ത് നമ്മൾ ആർജിക്കണം, സാമ്പത്തിക പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണം, ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് നടത്തണം, വ്യക്തി അതിൽ ഉയർന്നു നിൽക്കണം. കാരണം ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. നമ്മൾ അതും മനസ്സിലാക്കേണ്ടതാണ്. അതേസമയം നമ്മൾ ഇതിൻ്റെ നശ്വരതയും മനസ്സിലാക്കണം. സമ്പത്തിന്റെ ഉടമ നമ്മളാകണം, സമ്പത്തിന്റെ അടിമയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. സമ്പത്തിന്റെ അടിമയായിട്ട് നമ്മൾ മാറാം. അതിന്റെ കൈകാര്യകർത്താവാണ്. സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ്. അതിന്റെ കൈകാര്യകർത്താവായി മാറണം, അതിന്റെ അടിമയായി മാറാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യത, കുടുംബത്തോടുള്ള ബാധ്യത, സ്വന്തത്തോടുള്ള ബാധ്യത, അതെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം നമുക്ക് ഇതിൽ ഇടപെടാൻ പറ്റണം. ഖാറൂൻ മുതലാളിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖുർആനിൽ ഉദ്ധരിക്കുന്നില്ലേ? ഖാറൂൻ മുതലാളി, ഒരുപാട് താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന സമ്പന്നനായ ഖാറൂൻ മുതലാളി സാമ്പത്തികമായ മികവ് കൊണ്ട് അഹങ്കാരം നടിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറത വലാ തൻസ നസീബക മിനദ് ദുനിയ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ആഖിറത്ത് എടുക്കടോ. ഖാറൂനോട് പറഞ്ഞതാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഇതിനർത്ഥം ദുനിയാവ് ഒഴിവാക്കി എന്നല്ല, സുഹൃദല്ല. സുഹൃദിന് അതിൻ്റെതായ ഒരു തലമുണ്ട്, എല്ലാം വെടിയാനല്ല. എന്നിട്ട് വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് നിന്റെ വീതം നീ മറന്നു കളയേണ്ടതില്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹ് നിന്നോട് സുഹൃതം ചെയ്ത പോലെ ജനങ്ങളോട് നീ സുഹൃതം ചെയ്യ്. വലാ തബ്ഇൽ ഫസാദ ഫിൽ അർളി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ല ഖാറൂനെ എന്ന് പറഞ്ഞപ്പോൾ ഖാറൂൻ പറഞ്ഞ മറുപടി എന്താണ്? ഖാല ഇന്നമാ ഊതീതു അലാ ഇൽമി ഇൻദി. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മളൊക്കെ പല ആളുകളുടെയും ബോധാൻ, ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് സ്വത്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആണെങ്കിൽ കഷ്ടപ്പെടുന്നവർക്കൊക്കെ കിട്ടണ്ടേ? എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഖാല ഇന്നമാ ഊതീതു അലാ ഇൽമി ഇൻദി അവലം യഅലം അന്നല്ലാഹ ഖദ് അഖ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജമ്മൻ.
വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമീൻ. ഖുർആൻ പറയാണ് ഇതിനു മുമ്പ് കാറൂനോട് പറയാണ്, ഇതിനു മുമ്പ് അന്നേക്കാൾ ശക്തിയുള്ളവരോട് വന്നിട്ടുണ്ട്, അന്നേക്കാൾ വലിയ അവകാശവാദോട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അന്നേക്കാൾ വലിയ മനുഷ്യർ കടന്നുപോയ മണ്ണാണ് ഈ ലോകം എന്ന് പറയുന്നത്. അവരുടെയൊക്കെ പരിണതിയെക്കുറിച്ച് നീ പഠിക്കണം. അവർ നാമാവശേഷമാക്കപ്പെടുന്ന ഘട്ടത്തിൽ അവർ ചെയ്ത കുറ്റം എന്താണെന്ന കുറ്റവിചാരണ പോലും ദുന്യാവിൽ നിന്ന് നടത്തിയിട്ടില്ല എന്ന് മറുപടി കൊടുക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സന്തുലിതമായ സമീപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, ലാ തസബ്ബു ദുനിയ, ദുനിയാവിനെ അധിക്ഷേപിക്കരുത്. ഫനിഅമ മതിയത്തുൽ മുഅ്മിനി അലൈഹാ യബ്ലുൽ ഖൈറ വബിഹാ യൻജു മിനശ്ശർ. ഷർറിന്ന് രക്ഷപ്പെടാനും ഖൈറ് നേടാനും നിങ്ങൾക്ക് അതൊരു വാഹനാണ്. ഷർറിന്ന് രക്ഷപ്പെടാനും ഖൈറ് നേടാനും നിങ്ങൾക്ക് അതൊരു വാഹനാണ്. പക്ഷെ അതിനോടുള്ള സമീപനം അനശ്വരമായ പരലോക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമീപനമാകണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കറിയുന്നതാണ്. ഒരിക്കലും മരിക്കൂല എന്ന് വിചാരിച്ച് നീ ദുന്യാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നാളെ മരിക്കും എന്ന് വിചാരിച്ചിട്ട് ആഖിറത്ത് നിന്റെ കൂടെ ഉണ്ടാകണം. നാളെ മരിക്കും മരിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പ്ലാന്, എൻ്റെ സ്ട്രാറ്റജി, എൻ്റെ എക്സ്പാൻഷൻ, എൻ്റെ വളർച്ച എന്നത് ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ദുന്യാവ് ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് ഞാൻ നാളെ മരിച്ചാലോ എന്നുള്ള ചിന്തയും നമുക്കുണ്ടാകണം. അപ്പം എങ്ങനെയായിരിക്കും എന്നതുണ്ടാകണം. ഇത് രണ്ടും നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഐഹിക ജീവിതത്തെ നന്മ സുഹൃതങ്ങളുടെ വിളനിലമാക്കി മാറ്റാനും അനശ്വരമായ പരലോക ജീവിതത്തോട് ചേർത്ത് നിർത്താനും മരണഭയത്തോടുകൂടി കുടുംബജീവിതത്തെ ചിട്ടപ്പെടുത്താനും കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.